മലപ്പുറത്ത് സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പെൻഡ്രൈവിൽ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന ഭീഷണി. പെൻഡ്രൈവിൽ പാർലമെന്റിന്റെ ചിത്രങ്ങളുമുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുമായി സ്വാലി ചേരുന്നു. സ്വാലി, പെൻഡ്രൈവിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സോമി, മലപ്പുറം കളക്ടറേറ്റിന് സമീപം കളക്ടറേറ്റിൽ നടന്ന സ്ഫോടനത്തിലാണ് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൻഡ്രൈവ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിനകത്താണ് ഇത്തരത്തിലുള്ള വിവരങ്ങളുള്ളത്. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. അതോടൊപ്പം മൈസൂരിലെയും കൊല്ലത്തെയും സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങിയ ദൃശ്യങ്ങൾ തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. ഗ്രാഫിക് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അവസാന ഭാഗത്ത് അടുത്തത് നിങ്ങളായിരിക്കും എന്ന ഒരു ഭീഷണിയും ചേർത്തിട്ടുണ്ട്. BJPയുടെ കേന്ദ്രത്തിലെ മുതിർന്ന മറ്റ് നേതാക്കളും ഈ ഫോട്ടോയിൽ ഉണ്ട്. ദാദ്രിയിൽ കൊല്ലപ്പെട്ട അഖിലാഖിനെ, ഗോമാംസം കഴിച്ചതുമായി ബന്ധപ്പെട്ട് കൊലപ്പെടുത്തിയ അഖിലാഖിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വരികളും ഇതിനകത്ത് ഉണ്ട്. ഇതടങ്ങിയ ലഘുലേഖകളും 10 ലഘുലേഖകളും ഒരു ബോക്സിലാക്കി ഇതിന് സമീപത്ത് വെച്ചിരുന്നു. ദി ബേസ് മൂവ്മെന്റ് ഇതിന്റെ മേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്ന നിഗമനത്തിൽ ഇക്കാരണങ്ങളാലാണ് അന്വേഷണ സംഘം എത്തിയത്. ഏതായാലും പ്രധാനമന്ത്രിയുടെയും മറ്റു കേന്ദ്രമന്ത്രിമാരുടെയും ഫോട്ടോകൾ ഉൾപ്പെടുത്തി ഭീഷണി സന്ദേശമുള്ള ഈ വീഡിയോ കൂടി കണ്ടതോടെ വളരെ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം ഇക്കാര്യങ്ങളെല്ലാം കാണുന്നത്. ഇതൊരു സൂചന എന്ന തരത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു. അത്തരത്തിൽ തന്നെ ഇപ്പോൾ പെൻഡ്രൈവിൽ നിന്ന് പ്രധാനമന്ത്രിയെ വധിക്കും, അത്തരത്തിൽ പാർലമെന്റിന്റെ ചിത്രങ്ങളടക്കം എടുക്കുമ്പോൾ അത്തരത്തിലുള്ള ആ സൂചനകൾ ശരിയാണെന്ന ധാരണയിൽ തന്നെയാണോ എത്തുന്നത്? 4 സ്ഫോടനങ്ങൾ മൈസൂരിലെയും അതുപോലെ ആന്ധ്രയിലെ ചിറ്റൂരിലെയും കൊല്ലത്തെയും മലപ്പുറത്തെയും സ്ഫോടനങ്ങളാണ് സമാന സ്വഭാവമുള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ആളപായമുണ്ടാക്കുക ലക്ഷ്യമില്ല, ഭീഷണിയാണ് ലക്ഷ്യമെന്നാണ് കരുതുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ IG അജിത് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീഷണിയായി തന്നെയാണ് കാണുന്നത്, ആശങ്കപ്പെടാനില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാലും ഈ ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ്. കേന്ദ്ര ഏജൻസികളുടെ സഹായം കൂടി ഇതിനാണ് തേടിയിരുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ദി ബേസ് മൂവ്മെന്റ് എന്ന സംഘടന അല്ലുമയുടെ പുതിയ പേരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കളക്ടറേറ്റുകളിൽ നടന്ന സ്ഫോടനങ്ങളിലെല്ലാം ഇവരുടെ പങ്കും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് നടന്ന സ്ഫോടനവും വലിയ ഗൗരവമുള്ളതായാണ് കാണുന്നത്. ഇതൊരു ഭീഷണി എന്ന തരത്തിൽ തന്നെ കണ്ട് പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാവുക. സോമി, മലപ്പുറത്ത് സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പെൻഡ്രൈവിലെ വിവരങ്ങൾ പുറത്ത്. ഇതിൽ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന ഭീഷണിയുണ്ട്. പെൻഡ്രൈവിൽ പാർലമെന്റിന്റെ ചിത്രങ്ങളും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും അഭിഭാഷകരുടെ അതിക്രമം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ടു. ജിഷ കേസ് വിചാരണയ്ക്കിടെയായിരുന്നു ഇറക്കിവിടൽ. കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് ഇറക്കിവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ജിഷ വധക്കേസിൽ വിചാരണ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് ഒരു വിഭാഗം അഭിഭാഷകർ രാവിലെ മുതൽ തന്നെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ കോടതി മുറിയിലിരുന്ന പത്രലേഖിയെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കോടതിയിലെത്തിയ മാധ്യമപ്രവർത്തകരോട് ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ചില അഭിഭാഷകർ തട്ടിക്കയറുകയായിരുന്നുവെന്നും മാധ്യമപ്രവർത്തകർ ചില പത്രലേഖകർ പറഞ്ഞു. പിന്നീട് സ്ഥലത്തെത്തിയ ശിരസ്തുകാർ പ്രശ്നം വഷളാക്കാതിരിക്കാൻ മാധ്യമപ്രവർത്തകർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എല്ലാവരും പുറത്തിറങ്ങി. ഇതിനിടെ ജഡ്ജിയെ കണ്ട് പരാതി പറയാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരിൽ ചിലർ തടഞ്ഞു. ജിഷ വധക്കേസിൽ വിചാരണ 1 മാസത്തേക്ക് നീട്ടിവെക്കണമെന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകൻ BA ആളൂരിന്റെ വാദവും കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിക്കാരന്റെ വാദവുമാണ് ഉച്ചയ്ക്ക് മുൻപ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രോസിക്യൂഷൻ വാദം തുടങ്ങാനിരിക്കെയാണ് മാധ്യമപ്രവർത്തകരെ കോടതിയിൽ നിന്നും ഇറക്കിവിട്ടത്. ഈ സമയം കോടതി നടപടികൾ അല്പനേരത്തേക്ക് തടസ്സപ്പെട്ടു. പിന്നീട് നടപടികൾ പുനരാരംഭിച്ചെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ കയറി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സോമി, ഉമേഷ്, അതേസമയം തന്നെ ജിഷ വധക്കേസിന്റെ വിചാരണ 1 മാസം നീട്ടിവെക്കണമെന്ന് അമീറിന്റെ അഭിഭാഷകൻ ആളൂർ കോടതിയിൽ ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്?
ജിഷ വധക്കേസിൽ വിചാരണ 1 മാസത്തേക്ക് നീട്ടി നൽകണം എന്ന് അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകനായ BA ആളൂർ ആവശ്യപ്പെട്ടു. അതിന് കാരണമായി പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും തനിക്ക് ലഭ്യമാക്കണം, മാത്രമല്ല മഹസറിൽ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് നേരിൽ കണ്ടറിയണം. പ്രത്യേകിച്ച് ജിഷ കൊല്ലപ്പെട്ട സ്ഥലം ഉൾപ്പെടെ തനിക്ക് നേരിൽ കാണാൻ അനുമതി നൽകണം. ആ നേരിൽ കാണുന്ന സമയത്ത് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ നടപടിക്രമങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് വിചാരണ 1 മാസത്തേക്ക് കൂടി നീട്ടിവെക്കണം എന്ന് അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ജിഷയുടെ പിതാവ് പാപ്പു നൽകിയ ഹർജി, അതായത് കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വാദവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രോസിക്യൂഷൻ വാദമാണ് നടക്കേണ്ടിയിരുന്നത്. ഈ വാദം കേട്ട ശേഷം ആണ് കോടതി ഒരു തീരുമാനം പറയുക. എന്നാൽ ആ കോടതിയുടെ തീരുമാനം കേൾക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ കോടതിയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. കെ മുമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം കളക്ടറേറ്റിലുണ്ടായ സ്ഫോടനത്തെ സർക്കാർ അതീവ ഗൌരവമായി കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ കാർഡ്ബോർഡ് പെട്ടി കണ്ടെത്തിയത് സൂചനയാണോ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സർക്കാർ വിഷയത്തെ ലാഘവമായി കാണുന്നുവെന്നാരോപിച്ച ഒ രാജഗോപാൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മലപ്പുറം കളക്ടറേറ്റിലുണ്ടായ സ്ഫോടനം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം വിഷയം സഭയിൽ ഉന്നയിച്ചത്. ഒറ്റപ്പെട്ടതാണെങ്കിലും മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനത്തെ അതീവ ഗൌരവമായി കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ കാർഡ്ബോർഡ് പെട്ടി കണ്ടെത്തിയത് സൂചനയാണോ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി PT ബാലനാണ് അന്വേഷണ ചുമതല. സ്ഫോടക വസ്തു നിയമം 3A പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർ, ഇതുപോലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നത് ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് ആരാണ് പിന്നിൽ, ഏത് കൂട്ടരാണ് എന്നെല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളായവരെ പിടികൂടാനുള്ള ഗൗരവമായ ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത്. മലപ്പുറത്ത് ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ അടിവേര് കണ്ടെത്തണമെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ P. ഉബൈദുള്ള പറഞ്ഞു. കേരളം ഭീകരവാദികളുടെ താവളമായി മാറുന്നുവെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ലെന്നും ഇവയെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർ, ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന നടപടികളോട് നമുക്കാർക്കും യോജിക്കാൻ കഴിയുന്നതല്ല. ഇത് ക്രൈമാണ്. ക്രൈമിനെ ക്രൈമായി നമുക്ക് കാണാൻ കഴിയണം. ചില ഛിദ്രശക്തികൾ അക്രമങ്ങൾ നടത്തുകയും അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതും നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സർ. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സർക്കാർ നിലപാട് കണക്കിലെടുത്ത് പ്രതിപക്ഷം സഭയിൽ തുടർന്നു. എന്നാൽ വിഷയം സർക്കാർ ലാഘവമായി കാണുന്നുവെന്നാരോപിച്ച് ഒ രാജഗോപാൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. തിരികെ വാർത്തയിലേക്ക്. മുത്തലാഖ് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് കാന്തപുരം. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രധാനമന്ത്രിയെ കണ്ട് പ്രതിഷേധമറിയിക്കുമെന്നും കാന്തപുരം പറഞ്ഞു. തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ്. അത് ഒരേ സമയവും പറയാം, പല സമയവും പറയാം. പരമാവധി അതിൽ ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിച്ചിട്ട ഒരു പ്രശ്നം മാത്രമാണത്. ഇസ്ലാം ഒരു തലാഖിൻ്റെ ആൾക്കാരാണ്. മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ തലാഖ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന, കണ്ടമാനം തലാഖ് ചെല്ലുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ മെനഞ്ഞെടുത്ത ഒരു ആയുധം മാത്രമാണത്. സോളാർ കേസിലെ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി ബാംഗ്ലൂർ കോടതിയിൽ ഹർജി നൽകി. തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധിയെന്ന് ഉമ്മൻചാണ്ടി ഹർജിയിൽ പറഞ്ഞു. മറ്റു പ്രതികളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഉമ്മൻചാണ്ടി കോടതിയെ അറിയിച്ചു. എറണാകുളം ഏലൂരിലെ വ്യവസായ സ്ഥാപനമായ HIL-ൽ സ്ഫോടനം. 7 പേർക്ക് പരിക്കേറ്റു. കാർബൺ ഡൈ സൾഫേറ്റ് ടാങ്കറിൽ നിന്നും പ്ലാന്റിലേക്ക് മാറ്റുന്നതിനിടെ ചോർന്ന് തീപിടിക്കുകയായിരുന്നു. കാർബൺ ഡൈ സൾഫൈഡുമായി എത്തിയ ബുള്ളറ്റ് ടാങ്കർ ലോറിക്കാണ് തീപിടിച്ചത്. വാതകം ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ചോർന്ന് തീപിടിക്കുകയായിരുന്നു. 3 പേർക്ക് പൊള്ളലേറ്റു. ലോറിയുടെ ടയറുകൾ പൊട്ടിത്തെറിച്ച് സമീപം നിന്നവർക്കും പരിക്കേറ്റു. ഗണപതി, ജോൺ, സിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഗണപതിക്ക് 50% പൊള്ളലേറ്റു. പരിക്കേറ്റവരെ എറണാകുളത്തെയും ഇടപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.
10 അഗ്നിശമന സേനാ യൂണിറ്റുകൾ 2 മണിക്കൂറോളം പ്രയത്നിച്ചാണ് വാതക ചോർച്ച നിയന്ത്രിച്ചത്. ചോർന്ന വാതകം നിർവീര്യമാക്കാൻ കഴിഞ്ഞതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചത്. വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന വാതകമാണ് കാർബൺ ഡൈസൾഫൈഡ്. വെള്ളത്തിനിടയിൽ താഴ്ന്ന ഊഷ്മാവിലാണ് ഈ രാസവസ്തു നിറച്ച ടാങ്കർ സൂക്ഷിക്കുന്നത്. വാതകം പ്ലാന്റിലേക്ക് മാറ്റുമ്പോൾ ആനുപാതികമായി ടാങ്കറിനുള്ളിലേക്ക് വെള്ളം കയറ്റി പുറത്തേക്ക് വിടണം. ഇതിൽ വന്ന പിഴവാണ് അപകടകാരണമെന്നാണ് നിഗമനം. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഉദ്യോഗസ്ഥരും അപകടസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ സംഘപരിവാർ RSS നടത്തിയ ക്രൂരതകളുടെ നേർക്കാഴ്ചകളുമായി CPIM നേതൃത്വത്തിൽ നവംബർ 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് നായനാർ പാർക്കിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. പ്രദർശനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി കുടുംബ കൂട്ടായ്മ നടക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ആൽബം സംഘപരിവാറിന്റെ വധഭീഷണി നേരിടുന്ന കന്നഡ സംവിധായിക ചേതന തീർത്ഥഹള്ളി പ്രകാശനം ചെയ്യും. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ നവംബർ 7-ന് തിരുവനന്തപുരത്ത് നടക്കുമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം 48,000 താറാവുകളെ കൊന്നുവെന്നും കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. ഇന്ന് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പി രാജു പറഞ്ഞു. ആലപ്പുഴയിൽ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 പക്ഷിപ്പനി പിടിപെട്ട് 2 ലക്ഷത്തോളം താറാവുകളാണ് കർഷകർക്ക് നഷ്ടപ്പെട്ടത്. ഇതിന്റെ നഷ്ടപരിഹാര തുകയായ 5 കോടി രൂപ വിതരണം ചെയ്തിരുന്നു. ഇത്തവണയും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുള്ളതായും മന്ത്രി പറഞ്ഞു. ഇന്ന് വൈകിട്ട് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ധാരണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ അഫക്റ്റഡ് ഏരിയാസിൽ പോവുകയാണ്. എല്ലായിടവും അല്ല, ഒരു 3-4 കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. ആ പോകുന്ന അവിടുത്തെ ഒരു അനുഭവം കൂടെ വെച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന 4 മണിക്ക് നടക്കുന്ന ക്യാബിനറ്റിൽ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. ഒരു കാര്യം ഞാനിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ഈ കർഷകർക്കെല്ലാം യഥാർത്ഥ കണക്കുകൾ വെച്ചുകൊണ്ട് യഥാർത്ഥ കണക്കുകൾ നഷ്ടപരിഹാരം നൽകും അവർക്ക്. അത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പാണ്. ആ തുക മാത്രം എത്ര എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രം ഇന്നിപ്പോൾ ക്യാബിനറ്റിൽ വൈകിട്ട് ആലോചിച്ചതിന് ശേഷം തുക പ്രഖ്യാപിക്കും. അടുത്ത ദിവസം തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിവേദനം നൽകി കേന്ദ്ര സഹായം കൂടി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഗസ്റ്റ് ഹൌസിലെ മീറ്റിംഗിന് ശേഷം മന്ത്രി പക്ഷിപ്പനി ബാധിച്ച കുട്ടനാടൻ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരളത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനം ശക്തമായി എന്നതിന്റെ തെളിവാണ് മലപ്പുറം സ്ഫോടനം. തീവ്രവാദ കേസുകളിൽ നാളിതുവരെ കൈക്കൊണ്ട നടപടികളെപ്പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ദുരന്തങ്ങളിലേക്കായിരിക്കും ഇതെല്ലാം വന്നു ചെന്ന് എത്തിച്ചേരുക. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വിദഗ്ധ കുറ്റാന്വേഷണ സംഘത്തെ ഉടനെ തന്നെ നിയമിക്കണം. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ദില്ലി ജന്തർ മന്ദിറിൽ സമരം നടത്തുകയായിരുന്ന വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്തു. ഹരിയാന സ്വദേശി റാം കിഷനാണ് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ വസതിക്ക് സമീപം വെച്ച് വിഷം കഴിച്ച് മരിച്ചത്. വിമുക്ത ഭടന്റെ കുടുംബാംഗങ്ങളെ കാണാനെത്തിയ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ പോലീസ് തടഞ്ഞു. രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പിന്നീട് വിട്ടയച്ചു. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വാർത്തകൾ, രാഹുൽ ഗാന്ധിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് രാംകിഷൻ എന്ന വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ രാംകിഷന്റെ ബന്ധുക്കളെ കാണാൻ ശ്രമിക്കുന്ന നേതാക്കളെ എല്ലാം തന്നെയും കസ്റ്റഡിയിലെടുത്ത് തടയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങി നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡി
കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നേരത്തെ ആശുപത്രിയിൽ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിൽ ഈ വിമുക്ത ഭടന്റെ ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 1 മണിക്കൂർ 10 മിനിറ്റ് നേരം തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിട്ടയച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി പിന്നീട് വീണ്ടും ഈ കുടുംബാംഗങ്ങളെ കാണാനുള്ള ശ്രമം നടത്തുകയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അതോടൊപ്പം തന്നെ AAPയുടെ മറ്റ് നേതാക്കൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും എത്തിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. സോമി. സന്തോഷ്, ഇത്തരത്തിൽ അന്യായമായി നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നതിന് ലഭ്യമാകുന്ന വിശദീകരണം എന്താണ്? സോമി, പോലീസ് പറയുന്ന ന്യായം ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് നേരത്തെ രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസ് നൽകിയിരുന്ന വിശദീകരണം. ഏതായാലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്ത രാം കിഷന്റെ ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഇവരെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് അവസരവും നൽകുന്നില്ല. ഏതായാലും ഈ വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ രാഷ്ട്രീയ മുതലെടുപ്പിന് അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു ജനാധിപത്യ ധ്വംസനം നടത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധി നേരത്തെ അത് ആരോപിക്കുകയും ചെയ്തിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിമുക്ത ഭടന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ മരണത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രമുഖ നേതാക്കളെ മൃതദേഹം കാണാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ അനുവദിക്കാത്ത തരത്തിൽ നേതാക്കളെ കസ്റ്റഡിയിൽ വെക്കുന്ന വളരെ വിചിത്രമായ ഒരു നടപടിയാണ് ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പാർപ്പിച്ചിരിക്കുന്ന കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ അരവിന്ദ് കെജ്രിവാളുള്ള പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും നിരവധി ആം ആദ്മി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ദില്ലിയിലുള്ളത്. സോമി. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. തിരികെ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന പുതിയ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശ്രീകാര്യത്ത് SI പ്രോപ്പർട്ടീസിന്റെ എൻജൂറ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം SI പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ SN രഘുചന്ദ്രൻ നായർ നിർവഹിച്ചു. അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി 56 ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റിന് 16 നിലകളായിരിക്കും ഉണ്ടായിരിക്കുക. തറക്കല്ലിടലിന് മുന്നോടിയായി ഭൂമിപൂജയും നടന്നു. പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സജ്ജീകരിച്ച ടിസ്റ്റർ ടവറിന്റെ ഉദ്ഘാടനം മുൻ MLA AM പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. ഉയരത്തിൽ പൊങ്ങിക്കറങ്ങുന്ന ടവറിൽ 24 പേർക്ക് ഒരേ സമയം കയറാനാകും. മിതമായ നിരക്ക് മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നും സംഘാടകർ അറിയിച്ചു. വിസ്മയ പാർക്ക് ചെയർമാൻ P വാസുദേവൻ അധ്യക്ഷനായിരുന്നു. PN രാജപ്പൻ, PP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന NC ശേഖറിന്റെ സ്മരണയ്ക്കായി NC ശേഖർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് പ്രമുഖ ചലച്ചിത്രകാരൻ ഷാജീൻ കരുൺ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. NC ശേഖറിന്റെ ചരമവാർഷിക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കും. N പ്രഭാവർമ്മ, MB ഗോവിന്ദൻ, VPP മുസ്തഫ, ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഇടയത്ത് രവി എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് ഷാജീൻ കരുണിനെ തീരുമാനിച്ചത്.